സിമ്പിളായിട്ടുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. നോഷൻ ഉപയോഗിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ കുറേ നോട്ട് ഉണ്ടാക്കണം. നോഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഡോക്യുമെന്റേഷൻ നോഷൻ മതി. ബ്രെയിൻ സ്റ്റോമിങ് നോഷൻ മതി. ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും ജേർണൽ ചെയ്യണം, നോഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാണ്, അതിനുള്ള മൊത്തം എൻറ്റയർ സിസ്റ്റം നോഷനിൽ ചെയ്യാം. മറ്റുള്ള ടീം മെമ്പേഴ്സിനായിട്ട് കൊളാബറേറ്റ് ചെയ്യണം, നോഷൻ ഉപയോഗിക്കാം. ഒരു എൻറ്റയർ പ്രൊജക്റ്റ് വരെ നോഷനിൽ കൂളായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് നോട്ട് ആഡ് ചെയ്തു, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ഐഡിയാസ് ബ്രെയിൻ സ്റ്റോം ചെയ്തു, നമ്മുടെ ഓവർ തിങ്കിങ് ജേർണൽ ചെയ്ത്, നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നോഷനിൽ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതിൻ്റെ വെരി ബേസിക് ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് പോകാം. ഫയർഫോക്സ് ഓപ്പൺ ആക്കി സിംപ്ലി നോഷൻ ടൈപ്പ് ചെയ്തു. ലോഡ് ചെയ്ത് വരുന്ന ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തു കണ്ടിന്യൂ അടിച്ചു. കണ്ടിന്യൂ അടിക്കുമ്പോൾ നമ്മളോട് നോഷൻ ചോദിക്കും ഏത് രീതിയിലാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. ഹൗ ഡു യു വാണ്ട് ടു യൂസ് നോഷൻ. ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫോർ പേഴ്സണൽ ലൈഫ് എന്ന് അടിച്ചിട്ട് കണ്ടിന്യൂ അടിച്ചാൽ പിന്നെ ചോദിക്കും ഇത് എനിക്ക് വേണ്ടി മാത്രമാണോ അതോ ഞാൻ ഒരു ടീമിനായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ മാത്രമാണ് കൊളാബറേറ്റ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഞാൻ മാത്രമുള്ളത് അടിച്ചിട്ടും പിന്നെ ഭാവിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓൺ മൈ ഓൺ അടിച്ചു, കണ്ടിന്യൂ ചെയ്തു. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ സ്കിപ്പ് അടിക്കാം. പക്ഷേ ഇത് ബേസിക് ടെംപ്ലേറ്റ് നമുക്ക് നോഷൻ തരും. ടു ഡു ലിസ്റ്റിൻ്റെ ടെംപ്ലേറ്റ് തരും. ഹാബിറ്റ് ട്രാക്കിംഗ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെംപ്ലേറ്റ് തരും. അപ്പോൾ ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, നോഷൻ ലോഡായിട്ടുണ്ട്. ഈ പ്രൈവറ്റിൽ പോയാൽ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഉണ്ടാക്കും. ന്യൂ പേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ ദിസ് ഈസ് മൈ ഫസ്റ്റ് നോഷൻ പേജ് എന്നടിക്കുകയാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് നോഷൻ പേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നോഷൻ്റെ വെരി ബേസിക് ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് എല്ലാം ബ്ലോക്കായിരിക്കും. നമ്മൾ ഹെഡിങ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലോക്കാണ്. നമ്മളൊരു ടേബിൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലോക്കാണ്. നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കാണ്. അപ്പോൾ ഒരു പുതിയ ബ്ലോക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും ഏത് ടൈപ്പ് ബ്ലോക്കാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഒരു സിമ്പിൾ ടെക്സ്റ്റ് അടിക്കാം. എന്നിട്ട് ഞാൻ ഇപ്പം ദിസ് ഈസ് മൈ ഫസ്റ്റ് ബ്ലോക്ക് അടിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രൈവറ്റിൻ്റെ ഉള്ളിൽ ഒരു പേജ് ഉണ്ടാക്കി, ഈ പേജിൻ്റെ ഉള്ളിൽ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി. ഇനി ഇതിനുള്ളിൽ എന്തുമാണ്, ഏത് ടൈപ്പ് ബ്ലോക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്കൊരു വേർഡ് ഡോക്യുമെൻറ്റ് ഇതിൽ സിമുലേറ്റ് ചെയ്യണം. നമ്മളെ മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് ഡോക്യുമെൻറ്റ് പോലത്തെ ഡോക്യുമെൻറ്റ് ഇതിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹെഡിങ് 1 കൊടുക്കുക. ഹെഡിങ് ആയിട്ട് ദിസ് ഈസ് മൈ ഹെഡിങ് 1 കൊടുക്കുക. പോവാം. അടുത്ത ബ്ലോക്കിലേക്ക് പോകാൻ ജസ്റ്റ് പ്രസ് എൻ്റർ അടിച്ചാൽ അടുത്ത ബ്ലോക്കിലേക്ക് പോകും. ഇവിടെ പ്ലസ് അടിച്ചിട്ട് സ്ക്രോൾ ചെയ്താൽ ഇമേജ് എന്നുള്ള ഓപ്ഷൻസ് താഴെയുണ്ട്. ഇമേജ് ആഡ് ചെയ്യാം, വീഡിയോ ആഡ് ചെയ്യാം, ഓഡിയോ ആഡ് ചെയ്യാം.